അതൊരു കോണ്ടാക്റ്റും ഇല്ലാത്ത ഞാനിപ്പോ ഇതിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കി? 1,00,000-ഓളം ആൾക്കാർ തത്സമയം അത് കണ്ടിരിക്കുന്നുണ്ട്. അതിൽ പറയാണ് അടുത്തത് ഹനാൻഷന്റെയാണ്, അടുത്തത് ഹനാൻഷന്റെയാണ്, അടുത്തത് ഹനാനെ കുറിച്ചാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ക്ഷണിച്ച ക്ഷണം എന്തൊക്കെയോ തട്ടി പോയി. ഞാൻ കൊച്ചി പോയ പല സമയത്തും എനിക്ക് പല തിരക്കുകളുണ്ട്. ഞാൻ പോകണം വിചാരിച്ചതായിരുന്നു, പല തിരക്കുകളുണ്ടായിട്ട് ഇന്നെ അവിടെ പറിച്ചോനെത്തിച്ചു. ഹനാൻഷ, തൊപ്പി, ഷമീർ, മമ്മു, ജാസി ഇവരൊക്കെ അടങ്ങുന്ന പ്രശ്നത്തില് ഇതിലൊന്നും ഒരു ബന്ധവും ഇല്ലാത്ത അല്ലെങ്കിൽ ഇതിലൊന്നും പെടാത്ത ഹനാൻഷ എന്ന് പറയുന്ന വ്യക്തിയെയും വ്യക്തിയുടെ ഫാമിലിയെയും വലിച്ചഴച്ചുകൊണ്ട് ഷമീർ ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലൈവില് തൊപ്പി എന്ന് പറയുന്ന പരനാറി അവന്റെ സ്വഭാവം അവൻ കാണിക്കുന്നുണ്ട്. അവനെ എക്സ്പോസ് ചെയ്യാൻ എന്നും പറഞ്ഞിട്ട് ഇതിലൊന്നും പെടാത്ത ഒരു മനുഷ്യനെയും ആ വ്യക്തിയുടെ ഫാമിലിയെയും കൊണ്ടിട്ടത് ഷമീറാണ്. ഹനാൻഷ ഇതിന്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തലയെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ കുറിച്ച് ഹനാൻഷ പറയുന്ന ചില കാര്യങ്ങൾ. മുമ്പൊരു ഇവന്റിൽ നമ്മൾ ഇവന്റിൽ ഇവരുണ്ടായിരുന്നു, അങ്ങനെ കോണ്ടാക്ട് ചെയ്തെന്നല്ലാണ്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്ത ഞാനിപ്പോ ഇതിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കിയത്? ഞാൻ ആലോചിച്ചു, ഞാൻ ഇവരായിട്ട് പേഴ്സണലി ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഷാനോട് പറഞ്ഞു ചെയ്തു, ഷാനോ നമ്മൾ ഇവരായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും? ഇല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞേ പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മളെ പേര് ഇതിൽ എന്ത് വലിച്ചിട്ടു? അപ്പൊ ഞങ്ങൾ ഒരു ദിവസത്തോളം വെയിറ്റ് ചെയ്തു, എന്തിനാണ് ഈ പേര് വലിച്ചിട്ടത്. അങ്ങനെ ഇവര് വീഡിയോ ഒരു 2.5 മണിക്കൂറോളം ആൾക്കാരെ ഈ വീഡിയോയിൽ നിർപ്പിച്ചിരിക്കുകയാണ്. അതായത് 1,00,000-ഓളം ആൾക്കാർ തത്സമയം അത് കണ്ടിരിക്കുന്നുണ്ട്. അതിൽ പറയാണ് അടുത്തത് ഹനാൻഷന്റെയാണ്, അടുത്തത് ഹനാൻഷന്റെയാണ്, അടുത്തത് ഹനാനെ കുറിച്ചാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. ഹനാൻഷനെ നിങ്ങൾ എന്തേലൊക്കെ പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ലൈവിൽ നിന്ന പകുതി ആൾക്കാരും ചിന്തിച്ച കാര്യം ഹനാൻഷയും തൊപ്പിയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. കാരണം അതിന് മുമ്പത്തെ ലൈവില് തൊപ്പി പറഞ്ഞിട്ടുണ്ട് ഞാനും ഹനാൻഷയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അതാണെന്ന് വിചാരിച്ചിട്ടാണ് പകുതി ആൾക്കാരും അവിടെ ചെന്ന് നിൽക്കുന്നത്. പക്ഷേ ഈ പരനാറി കാണിച്ച ചെറ്റത്തരം വേറെയായിരുന്നു. ഹനാൻഷയുടെ പേരും പറഞ്ഞിട്ട് അതില് ഈ നാറി ചെയ്തേക്കുന്ന അതിലുള്ള ഒരു പെങ്കൊച്ചിനെ ഈ തൊപ്പി എന്ന് പറയുന്ന വൃത്തികെട്ടവൻ എന്തൊക്കെയോ പറയുന്നത്, അതാണ് അവൻ എടുത്തു വെച്ച് ആൾക്കാരെ കേൾപ്പിച്ചത്. ബോധമില്ലാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത കുറെ എണ്ണങ്ങള്, അത്രേ പറയാനുള്ളൂ. ഇത് തന്നെയാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കോമൺ സെൻസ് ഉണ്ടാവണം. ആ കോമൺ സെൻസ് ഉണ്ടാവണമെങ്കിൽ അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടാവണം. ഇത് രണ്ടും ഇല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഹനാൻഷനെ കുറിച്ച് പറയും. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇതെന്ത് ഇനിയിപ്പം വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടായി? എന്ത് കാര്യം? കാരണം ഞാനായിട്ട് ആലോചിച്ചിട്ട് ഞാൻ 2 ദിവസം ചിന്തിച്ചു നോക്കിയിട്ടും എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. ഞാനിപ്പോ ഒന്നും ഇവരായിട്ട് ചെയ്തിട്ടില്ല, ഇവരായിട്ട് ഞാൻ പ്രശ്നം ഇവരായിട്ടല്ല ആരായിട്ടും ഏത് ക്രിയേറ്റേഴ്സിനായിട്ടും ഞാനൊരു പ്രശ്നത്തിന് ഇതുവരെ വന്നിട്ടില്ല. അത് ഏത് ക്രിയേറ്റേഴ്സിനും ധൈര്യമായിട്ട് പറയാം. ഞാൻ എപ്പോഴും പറയാണ്, ഒരു ക്രിയേറ്റേഴ്സിന്റെ കാര്യത്തിൽ ഇടപെടാതെ സ്വന്തം കാര്യങ്ങൾ നോക്കി ഞാൻ ഈ പുല്ലും പാടവും വണ്ടിയും കൂട്ടരും മറ്റേ നെയ്ച്ചോറും കോയും ആട് ചൂടലും ആടുമന്തിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ എനിക്ക് പേറി പോയാലും ഞങ്ങളെ കൂട്ടുകാരൊന്ന് കൂടും, ഞങ്ങളൊരു ചിക്കൻ ചൂടും, ഞങ്ങൾ ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കും എന്നല്ലാണ്ട് അതിലുപരി മറ്റുള്ള ഒരാളെ എങ്ങനെ അടിച്ച് താത്താന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഒരാളെ കോൺട്രവേഴ്സിയിൽ എങ്ങനെ കയറി പറ്റാന്നോ അല്ലെങ്കിൽ കോൺട്രവേഴ്സികളിലൂടെ എങ്ങനെ ഒരു റീച്ച് നേടാന്നോ ഒരിക്കലും ചിന്തിച്ചു പോകാത്ത ആൾക്കാരാണ് നമ്മൾ. കാരണം ഹനാൻഷയുടെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഗ്യാങ് ഉണ്ട്. അതില് ആൾക്കാരായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നല്ലാണ്ട് പുറത്തൊരു വ്യക്തികളിലോട്ട് പോവാത്ത ഒരു വ്യക്തിയാണ്. കാരണം ഇപ്പൊ ഒരു കാട്ടാളൻ മൂവി ഇറങ്ങിയപ്പോ അതിന്റെ പേരിൽ കുറെ കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും ഇടപെടാത്ത ഒരു വ്യക്തി ഇന്ന് രമേശ് ചെന്നിത്തലയെ പോയി കാണണമെങ്കിൽ ഈ കാണിച്ച ചെറ്റത്തിൽ അവർക്ക് എത്രമാത്രം എഫക്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് ആലോചിക്കണം. ഇവന്റെ ഒക്കെ വീട്ടിലെ സ്വന്തം അമ്മയും പെങ്ങളെയാണ് തൊപ്പി ഇതുപോലെ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവന്മാർ ഇതുപോലെ കൊണ്ടുവന്നിട്ട് ലൈവിലിട്ട് കാണിക്കുവോ? അപ്പൊ സ്വന്തം ഫാമിലിയാണ്, സ്വന്തം പെങ്ങളാണ്, അതുകൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല. ഇത് കണ്ടവന്റെ ഫാമിലി, കണ്ടവന്റെ കുടുംബം, കണ്ടവന്റെ പെങ്ങൾ, അതുകൊണ്ട് കുഴപ്പമില്ല അല്ലെ? അങ്ങനെ അനാവശ്യ ടോപ്പിക്കുകളിലൂടെ നമുക്ക് റീച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ സ്വതസിദ്ധമായി നമ്മൾ ഓൺ കണ്ടന്റ്സ് നമ്മളെ വീട്ടിലിരുന്ന് എല്ലാ ദിവസവും നമുക്ക് പറ്റണ പോലെ എന്താണോ നമുക്ക് അന്ന് കിട്ടുന്ന കണ്ടന്റ് അത് സോഷ്യൽ മീഡിയയിൽ മറ്റൊരാളെ ഉപദ്രവിക്കുക, അതായത് പുറത്തുനിന്നുള്ള ഒരു പബ്ലിക്കിൽ ഇറങ്ങി പബ്ലിക്കിനൊരു ഉപദ്രവമാകാത്ത രീതിയിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് ഞാനൊരു ബർക്കത്തായിട്ട് കൂട്ടിയൊരു കാര്യമുണ്ട്, അതിപ്പോ ഞാൻ നമ്മളെ ചെക്കന്മാരോടൊക്കെ പറയേണ്ടത്. അപ്പൊ ഈ വ്യക്തികൾ നമ്മളെ ഇവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. അപ്പൊ അന്ന് ഇവർ വളരെ നല്ല രീതിയിൽ ഇതിൽ പോണ വ്യക്തികളാണ്, ഈ ഫീൽഡിൽ നല്ല രീതിയിൽ പോണ. അന്ന് പുറത്തേക്ക് കേട്ടോ, ഉള്ളിൽ ഇപ്പൊ ഇവർ ഇങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോസും കാര്യങ്ങളും വന്ന സമയത്താണ് നമുക്കറിയുന്നത്. പലരും ഇപ്പോഴാണ് ഈ ഇവന്മാരുടെ മനസ്സിൽ ഇമാതിരി വൃത്തികെട്ട ചിന്താഗതി, വൃത്തികെട്ട കാഴ്ചപ്പാടോ ആണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാവുന്നത്. അതുവരെ തൊപ്പി എന്ന് പറയുന്ന വ്യക്തി ചാരിറ്റി ചെയ്യുന്നു, ആൾക്കാരെ സഹായിക്കുന്നു, അങ്ങനെ കുറെ
ഇതിലാണ് പൊക്കോണ്ടിരുന്നത്. ഈ വീഡിയോസ് ഒക്കെ പുറത്തു വന്ന് ഇവന്മാര് പരസ്പരം തല്ലി പിരിഞ്ഞതിന് ശേഷമാണ് ഇവന്മാരുടെ മനസ്സിൽ ഇത്രയും വൃത്തികേടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പബ്ലിക്കിലോട്ട് വരുന്നത്. അതുവരെ എല്ലാരും വിചാരിച്ചിരിക്കുന്നത് നന്മമരം എന്നുള്ള ഒരു സ്റ്റൈലിലായിരുന്നു. ഇപ്പോഴും കൊച്ചു കുട്ടികൾ വരെ ഇവന്റെ ഒക്കെ ഫാൻസ് ആയിട്ട് നടക്കുന്നുണ്ട്. രക്ഷിതാക്കളോട് ഒന്നേ പറയാനുള്ളൂ, ഇവന്മാരൊക്കെ കണ്ടു പഠിക്കാനാണ് കുട്ടികളുടെ ഉദ്ദേശമെങ്കിൽ ഇപ്പോഴേ തിരുത്തിയേക്കണം, നന്നാവൂല. ഇതുപോലെയുള്ള വാഴകളെ കണ്ട് വളരാൻ പോയി കഴിഞ്ഞാൽ കോമഡി അല്ല, അതിന്റെ അപ്പുറത്ത് വേറെ വല്ലതൊക്കെ ആയിക്കൊണ്ടിരിക്കും. വിദ്യാഭ്യാസവും ഇല്ല, വിവരവും ഇല്ല. അതുകൊണ്ട് പറഞ്ഞതാ. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ, എന്താണ് പബ്ലിക്കിലോട്ട് കൊടുക്കുന്നതെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഇതുങ്ങളുടെ ഒക്കെ പേരില് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്, നല്ല കാര്യം. FIR ഇട്ട് എല്ലാത്തിനെയും പിടിച്ച് അകത്തിടുക, അതാ വേണ്ടത്. അമ്മാതിരി കയ്യിലിരിപ്പാക്കും, കുറച്ചെങ്കിലും സമാധാനം കിട്ടും പബ്ലിക്കിന്. ഇപ്പം നമ്മൾ ക്ഷണിച്ച ക്ഷണം എന്തൊക്കെയോ തട്ടി പോയി. ഞാൻ കൊച്ചി പോയ പല സമയത്തും എനിക്ക് പല തിരക്കുകളുണ്ടായിട്ട് ഞാൻ പോകാൻ വിചാരിച്ചതായിരുന്നു. പല തിരക്കുകളുണ്ടായിട്ട് ഇന്നെ അവിടെ പറിച്ചോണ്ട് എത്തിച്ചില്ല. പിന്നെ ഈ വ്യക്തികളായിട്ട് ഒരു ക്രിക്കറ്റ് മാച്ച്, നമുക്ക് എന്തെങ്കിലും ഒരു ക്രിക്കറ്റ് മാച്ച് ഇടാൻ, നമ്മളെപ്പോഴും ക്രിക്കറ്റ് കളിക്കണം, ഇവരെ കൂടെ കളിക്കാന്ന് പറഞ്ഞിട്ട് ആ മാച്ചും പറിച്ചോൻ നടത്തിച്ചില്ല. പിന്നെ നോമ്പിന്റെ സമയത്ത് നമുക്ക് ഒരുമിച്ച് എവിടുന്നേലും നോമ്പ് തുറക്കാന്നുള്ളത് ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഇത് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചു നോമ്പ് തുറക്കാം. പക്ഷെ എന്തൊക്കെയോ തിരക്കിൽ പെട്ട് നമ്മള് നോമ്പ് തുറവിയിലും ഇവരെ കൂടെ പങ്കെടുത്തില്ല. നന്നായി. ഇവന്മാരുടെ ഒക്കെ കൂടെ പോയി ഇരുന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതേലൊക്കെ ചെയ്ത് ആ വീഡിയോസ് എങ്ങാനും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണ് ഈ കോൺട്രവേഴ്സി വരുന്നതെങ്കിൽ ഹനാൻഷിയുടെ പേരും കൂടെ ചീത്തപ്പേരായനെ. ദയവായിട്ട് മനഃപൂർവ്വം ചെയ്യിക്കാതിരുന്നതാ നല്ല കാര്യം. അതുപോലെ തന്നെ ഒരു ഉമ്മമ്മ ഇവരുടെ ലൈവിലും കാര്യങ്ങളൊക്കെ വന്നു. ആ സമയത്ത് നമ്മൾ ഒരുപാട് കോണ്ടാക്ട് ചെയ്തു. ആ സമയത്ത് ഞാൻ പനിച്ച് കിടന്നുറങ്ങിയത്. അപ്പം ഏതൊക്കെ തരത്തിൽ വരുന്ന കോണ്ടാക്ട് ചെയ്തു അതിനൊക്കെ പടച്ചോൻ ഇന്നെ മാക്സിമം, എനിക്ക് അതിൽ പടച്ചോനോടാണ് നന്ദി പറയാനുള്ളത്. കാരണം അതിന്റെ മേൽ കാര്യമില്ലല്ലോ. അപ്പൊ പടച്ചോൻ ഇന്നെ എല്ലാത്തിനും തട്ടി മാറ്റി. അപ്പം ഞാനിങ്ങനെ ഇപ്പൊ ഇരിക്കുമ്പോൾ ബാക്കിൽ ചിന്തിച്ചു നോക്കി, ഒരു സംഭവത്തിലും പടച്ചോൻ എനിക്ക് ഡേറ്റ് തന്നില്ല. അതായത് നേരിട്ട് കാണാനുള്ള ആ ഡേറ്റ്. ആകെ നമ്മൾ മീറ്റ് ചെയ്തത് 2 പ്രോഗ്രാംസിനാണ്. കാരണം പ്രോഗ്രാംസ് ഞാനല്ല ചാർട്ട് ചെയ്യുക, ഒരു ഇവന്റ് കമ്മിറ്റി ചാർട്ട് ചെയ്യുമ്പോൾ വേറൊരു ആർട്ടിസ്റ്റ് അവിടെ വരികയാണെന്ന് പറയുമ്പോൾ എനിക്ക് അതിൽ ഒബ്ജക്ഷൻസ് പറയാൻ പറ്റില്ല. ഇന്ന ആർട്ടിസ്റ്റിന്റെ കൂടെ പറ്റില്ല, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ കൂടെ ഞാൻ പാടില്ല എനിക്ക് പറയാൻ പറ്റില്ല. എന്റെ പരിപാടി എന്താണ്, അത് എടുത്തു പോവാന്നുള്ളതാണ് എന്റെ ദൗത്യം. അപ്പൊ അങ്ങനെ നമ്മൾ ഇവരെ കൂടെ നമ്മൾ പങ്കെടുത്ത സ്റ്റേജിലും നമ്മളെ മുമ്പോ ശേഷമൊക്കെ ആയിട്ട് ഇവർ പെർഫോം ചെയ്ത് പോയിട്ടുണ്ട്. പബ്ലിക് പ്രസൻസിൽ ചെയ്യുന്ന കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല. ഇത് പ്രൈവറ്റ് ആയിട്ട് പോയിട്ട് കണ്ടോ സംസാരിക്കുകയോ അല്ലെങ്കിൽ വേറെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പറയാം. ഇത് പബ്ലിക് ആയിട്ടുള്ള ഒരു കാര്യത്തിലായതുകൊണ്ട് സ്വാഭാവികമായിട്ട് എതിർക്കാൻ പറ്റി കാണത്തില്ല. AI വോയിസ് ആണ്, അതായത് ഞങ്ങളൊക്കെ പറഞ്ഞ വോയിസ് AI വോയിസ് ആണെന്നാണ് പറഞ്ഞതിൽ ഏറ്റവും LKG കുട്ടികൾ എനിക്ക് തോന്നുന്നത് ഇതിലേറെ ബുദ്ധിയുള്ള കുട്ടികളാണെന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് പറയുള്ളത്. കാരണം ഈ വോയിസിൽ ഞങ്ങളെ വ്ളോഗ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്നുണ്ട്. ഈ വീട്ടിലെ വ്യക്തികൾ ഓരോരുത്തരുടെ വോയിസും വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഇത്ര സീറ്റ് വ്യത്യാസത്തിൽ നമുക്കിത് കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു സംഭവത്തെ കുറിച്ച് 10-12 മിനിറ്റ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണത്? വേണ്ടാത്ത ആവശ്യമില്ലാത്ത അശ്ലീല തെറികളടക്കം, അതായത് ഏക്ക് പോലും അറിയാത്ത തെറികളടക്കം ഉൾപ്പെടുത്തിയിട്ട് കണ്ണൂർ സ്ലാങ്ങില് AI എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് വരും. ഞങ്ങൾ ഒരുപാട് ഇപ്പൊ AI ഓഡിയോ എഞ്ചിനീയേഴ്സുമാരായിട്ട് ഞങ്ങൾ 2-3 ദിവസമായിട്ട് കോൺടാക്ട് ഉണ്ട്. എല്ലായിടത്തും ഞങ്ങൾ ഈ ഓഡിയോ അയച്ചിട്ട് ഇത് പ്രൂവൻ ആണ്, അതായത് ഈ ഒരു സംഭവം AI വെച്ചുണ്ടാക്കിയ വോയിസുകളല്ല എന്നുള്ളത് പ്രൂവൻ ആണ്. ഇവരിതിന്റെ പിന്നിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞേ ഓഡിയോ എഞ്ചിനീയർമാരാണ് ഇതിന്റെ പുറകിലിരിക്കുന്നത്. അതായത് ഇപ്പൊ പണ്ടത്തെ പോലല്ല, നിങ്ങളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്തിക്കണോ, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ കുത്തിക്കയറ്റിക്കണോ, അല്ലെങ്കിൽ നിങ്ങൾ അത് മാറ്റം വരുത്തി ഉണ്ടാക്കണോ എന്നൊക്കെ അറിയാനുള്ള ടെക്നിക്കുകളും സോഫ്റ്റ്വെയറും സാങ്കേതിക വിദ്യയുള്ള 2026 സൈബർ ലോകത്താണ് നമ്മൾ ജീവിച്ചു പോണത്. അപ്പൊ ഇവര് എന്ത് ചെയ്ത് വെച്ചിട്ടും അവസാനം അതുകൊണ്ട് AI-യുടെ തലയിലേക്ക് ഇട്ടാ മതിയല്ലോ, എല്ലാം AI ചെയ്തത്. എന്തായാലും ഹനാൻഷ കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്, അകത്ത് പോയി കിടക്കട്ടെ. ആ ചേച്ചിയും കൂടെ വന്നിട്ട് കംപ്ലൈന്റ് കൊടുക്കണം. ഇമാതിരി തെണ്ടിത്തരം കാണിച്ചതിന്റെ പേരിൽ ആ ചേച്ചിയും കൂടെ വന്ന് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ സന്തോഷം. അതാവുമ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ് ആവും. കാരണം ലേഡിയാണ്, ആരാണോ ഇതിന് ഇരയായത് അവരാണ് വന്ന് കേസ് കൊടുത്തേക്കുന്നത്. ആ ചേച്ചിയും കൂടെ വന്ന് കൊടുക്കട്ടെ. അമ്മാതിരി തെണ്ടിത്തരാണ് എല്ലാം കൂടെ കാണിച്ചത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ തീർക്കണം, അല്ലാണ്ട് നാട്ടുകാരെ മൊത്തം ഇതിലോട്ട് വലിച്ചിട്ടിട്ട് ഉണ്ടാക്കുമല്ല വേണ്ടത്. ശരിയെന്നാ.